ഒരു കാര്യം വായുത്ത് മനസ്സിലാക്കണം, പണ്ട് ഒരു 10-20 കൊല്ലം മുന്നേ വരെ ഇന്ത്യ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ അമേരിക്ക ആണെങ്കിലും ശരി, റഷ്യ ആണെങ്കിലും ശരി വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുള്ളൊരു ചെക്ക് ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് അലമ്പുണ്ടാവും, ഇന്ത്യൻ ഇക്കണോമി കണ്ടോ മുഴുവൻ താഴെ പോവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് നമ്മളെ ഒരു പരിധി വരെ നിർത്തിക്കൊണ്ടിരുന്നത്. ന്യൂക്ലിയർ, പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി വേറെ. ഇതെല്ലാം നമ്മളിപ്പോ അതിനൊന്നും പേടിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഇതൊരു പ്രശ്നമല്ല. അമേരിക്കയുടെ അമേരിക്കയോ റഷ്യയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ല. നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യ ഈസ് ബിയോണ്ട് കൺട്രോൾ. അത് വെസ്റ്റിനെ വല്ലാതെ ചൊടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ ചോദിക്കട്ടെ, ചൈന അമേരിക്കയെ അറ്റാക്ക് ചെയ്തിട്ടാണോ അമേരിക്ക ചൈന ഇപ്പൊ അടിക്കണം അടിക്കും എന്നൊക്കെ എല്ലാരും പറയുന്നത്? അല്ല, ചൈന ചോൽപ്പടിക്ക് നിൽക്കുന്നില്ല. എക്സാക്ട്ലി അങ്ങോട്ടാണ് ഇന്ത്യയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു കുറച്ച് നാളും കൂടെ കഴിഞ്ഞോട്ടെ, മേ ബി ഈ 2025 അവസാനത്തോട് കൂടിയിട്ട് അമേരിക്ക ഇന്ത്യയിൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിനെ പറ്റി വളരെ കൃത്യമായിട്ട് ആലോചിക്കും. താരിഫ് വലിയ താമസമില്ലാതെ വരും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ത്യയിൽ താരിഫ് വരും. ചൈനയ്ക്ക് അടിച്ചു കൊടുക്കുന്ന ഒരു താരിഫ് അടിച്ചു കൊടുക്കും. സാങ്ഷൻ തന്നെ വന്നാൽ ഐ വിൽ നോട്ട് ബി സർപ്രൈസ്ഡ്. കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യ കൺട്രോൾ ചെയ്യണം. നമ്മൾ പൈസ ഉണ്ടാക്കുന്ന അമേരിക്കക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ശരി, അമേരിക്ക പറയുന്നിടത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. അവർ പറയുന്നിടത്ത് നമ്മൾ നിൽക്കാതെ വരുന്ന അവസ്ഥ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഭീതിതത്വം.